ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നേ ഉച്ചക്ക് ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. പരിപ്പ്, മുരിങ്ങക്കായി, തക്കാളി. അപ്പം നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വേവുന്ന ടൈപ്പ് പരിപ്പാണ് കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മുരിങ്ങക്കായ് കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെച്ചിനു. നമുക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ മുരിങ്ങക്കായൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചേക്കുക കേട്ടോ. തക്കാളി ഒന്ന് അതിൽ കടന്നുകൊണ്ട് ഒന്ന് വേകണം. ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി വെച്ചിനു. അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകം കേട്ടോ. ജീരകം ഏതാ മറക്കരുത്, ചെറിയ ജീരകമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ ഇവിടെ വെന്ത് വന്നിരിക്കണം. അപ്പോൾ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കണം. ഇനിയാണ് നമുക്ക് കടുക് വറുത്തിടണം. നമ്മൾ ഇതുവരെ ഇത് കടുക് വറുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുത്തിടാം. ഒരു ചട്ടി ചൂടാക്കിയാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിനോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കിങ്ങാണ്ട് ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തങ്ങാണ്ട് നമ്മൾ മാറ്റി വെച്ച കറിയില്ലേ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.